ഹലോ, കുറേ നാളായി ഞാനൊരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞല്ലേ, എല്ലാവരുടെ ഓണവും അടിപൊളിയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ 2026 ആവാറായി. ഇനി വെറും 4 മാസം കൂടെ ഉള്ളൂ അല്ലേ. എന്നെപ്പോലെ ഫ്യൂച്ചറിനെ കുറിച്ച് ടെൻഷനുള്ളവരാണ് നിങ്ങളെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ തിരുവോണത്തിൻ്റെ തലേന്ന്, ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ എടുത്ത ഒരു ഈവനിങ് സെഷനാട്ടോ. ഈ എക്സാംസിന് പഠിക്കുന്നവർക്കൊക്കെ എന്ത് ഓണമല്ലേ. നമുക്ക് ഓണമായാലും ക്രിസ്മസ് ആയാലും എപ്പോഴും എക്സാംസ്. എനിക്ക് അടുത്ത ആഴ്ച ഒരു എക്സാം ഉണ്ട്. സോ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് പോകണം എന്ന് വിചാരിച്ച് ഞാൻ മാത്സ് ഒക്കെ ഇരുന്ന് ചെയ്തു നോക്കുമായിരുന്നു. എന്തായാലും തിരുവോണത്തിൻ്റെ അന്ന് കുറേ ടൈം അങ്ങനെ അങ്ങ് പോവും. അതുകൊണ്ട് തലേന്ന് കുറച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് മെഹന്തി ഇടാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം ഓണത്തിനും പതിവാട്ടോ. പണ്ട് സ്കൂൾ ഓണം സെലിബ്രേഷൻ ആയിരുന്ന സമയത്ത് അമ്മ 2 കയ്യിൽ നിറച്ചിട്ട് തരുമായിരുന്നു. ഇപ്പം ഞാൻ അനിയത്തിക്ക് ഇട്ട് കൊടുക്കും, അനിയത്തി എനിക്കിട്ടരും. അങ്ങനെയാണ് ഞങ്ങളിപ്പോൾ ഇടാറുള്ളത്. അങ്ങനെ മെഹന്തി ഇടൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഈ സാധനം സിപ്പ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്കിത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് 5-10 രൂപയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയി സാധനത്തിൽ. അങ്ങനെ കുളിച്ച് ഫ്രഷായി വൈകിട്ട് ഒരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് പൂ വാങ്ങിച്ചു, നാളത്തേക്ക് പൂജാമുറിയിൽ ഇടാനും അതുപോലെ തന്നെ പൂക്കളം ഇടാനും വേണ്ടിയിട്ട്. പിന്നെ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് കുറച്ച് പാൻ മേടിക്കണമായിരുന്നു. അങ്ങനെ ഒരു 3-4 പാൻ മേടിച്ചു. അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം കാണുന്നത്. ഇതിന് ഭംഗിയുണ്ട്, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആട്ടോ. പിന്നെ കുറച്ച് ഗ്ലാസ് ജാറും കുറച്ച് പ്ലേറ്റ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതോടെ ആ ഷോപ്പിംഗ് അവിടെ കഴിഞ്ഞു. പിന്നെ നേരെ നാളത്തെ സദ്യക്കുള്ള സാധനം മേടിക്കാനാ പോയത്. അമ്മ ഇവിടെ സദ്യയുടെ സാധനങ്ങൾ മേടിക്കുമായിരുന്നു. ആ സമയത്ത് ഞാനിവിടെ കുറച്ച് സ്നാക്സ് എടുത്തു. ഈ ബിസ്ക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു പുതിയൊരു സംഭവം കണ്ടു, ചീസിൻ്റെ. അപ്പോൾ അതൊന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇപ്പോൾ ഒരു കപ്പ് നൂഡിൽ ഫാനാണ്. സോ എപ്പോൾ വന്നാലും ഞാൻ ഈ കപ്പ് നൂഡിൽ ഇവിടെ നിന്ന് മേടിക്കും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ബില്ല് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഇത് അടുത്ത ദിവസം തിരുവോണത്തിൻ്റെ എന്നാ ഞാൻ പിന്നെ എടുത്തത്. രാവിലെ കുളിച്ചു. പിന്നെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തൊരു പൂക്കളം ഇട്ടു. ഞാൻ ഇന്നലെ ഇട്ട മെഹന്തി നല്ല കളറായിട്ടുണ്ട്. സിമ്പിൾ ഡിസൈനാണ്. പിന്നെ എനിക്കത് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഓണക്കോടിയൊക്കെ കൊടുത്ത് നേരെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൽ നിന്ന് വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നേരെ പഠിക്കാനിരുന്നു. അടുത്ത ആഴ്ച എക്സാം വേണ്ട. ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് ഓണം ഭയങ്കര പീസ്ഫുള്ളി എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. എക്സാം ആയതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ റിവൈസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് നേരെ സദ്യ കഴിക്കാനായിട്ട് വന്നു. സദ്യയും പായസവും ഒന്നും ഇല്ലാതെ എന്തോണം അല്ലേ. അങ്ങനെ വൈകിട്ടായപ്പോൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി. ഈ ഓണം ടൈമിലാണല്ലോ ട്രിവാൻഡ്രം അതിൻ്റെ പീക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് രാത്രി നല്ല ഭംഗിയായിരുന്നു. കനകക്കുന്നിൻ്റെ അകത്ത് തന്നെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു. ഇതുപോലൊരു ഇല്ല അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അതിനകത്ത് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ തിരക്കിൻ്റെ അർത്ഥം. പിന്നെ ഈ ഒരു സംഭവം ഇവർ സേഫ്റ്റി ഇഷ്യൂസ് കാരണം അടച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. പിന്നെ ഡ്രോൺ ഷോ ഉണ്ടായിരുന്നു, അത് കണ്ടു. അത് അടിപൊളിയായിരുന്നു. വള്ളംകളിയും കഥകളിയും അതുപോലത്തെ ഓണസദ്യയും എല്ലാം ഈ ഡ്രോൺസിലൂടെ അവർ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഡ്രോൺ ഷോ ഇവിടെ വരുന്ന ഒരു ക്രിയേറ്റീവ് തിങ്കിങ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഡ്രോൺ ഷോ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ കനകക്കുന്നിൻ്റെ പുറത്തോട്ട് ഇറങ്ങി. ഞങ്ങളൊരു 9 മണിയായി ഇറങ്ങിയപ്പോൾ അപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും ആൾക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളാട്ടോ. എന്താണെന്നറിയില്ല, കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. എല്ലാവരും ആക്ച്വലി ഭയങ്കര ഫുള്ളായിരുന്നു. അതുകൊണ്ട് ഫുഡ് കഴിക്കണമെന്നില്ലായിരുന്നു. സോ ഞങ്ങൾ ഫുഡ് സ്റ്റോൾസിലോട്ടൊന്നും പോയില്ല. പിന്നെ ഇതാട്ടോ എൻട്രൻസ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇതാട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് കനകക്കുന്നിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. ഭയങ്കര ഭംഗിയായി രാത്രി ഈ ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ. ട്രിവാൻഡ്രം അല്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഓണ സമയത്ത് ഈ ഒരു പ്ലേസ് വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. രാത്രി എന്നെ വരാൻ നോക്കുക, ഇറ്റ്സ് റിയലി ഗുഡ്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.